രണ്ടുപേരും ഉറങ്ങാൻ പോകുന്ന സീനായി കാണുന്നത്. ദളപതി കച്ചേരി വിട്ട് കനക വിട്ട് കാസർഗോഡ് വെച്ചിട്ട് റൈറ്റാണോ? ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പം ഒന്ന് സൺഡേ ആണ്, ഞങ്ങളെല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. ഇന്നലത്തെ വീഡിയോ ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് സക്സസ്ഫുള്ളി 6 അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലത്തെ വീഡിയോ ശനിയാഴ്ചത്തെ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല സമയത്തിന്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഒരു ഗെറ്റുവറുള്ളതുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്, എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പം എനിക്ക് ആ കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. വെട്ടമൊന്നുമില്ല ഉണ്ടോ, ഇതെപ്പോഴും ഇങ്ങനെ ഇരുണ്ട് മൂടി ഇങ്ങനെ നടക്കും. നമ്മൾ ഇവിടെ സൂര്യനെ കാണാൻ കൊതിയ. ഇന്നത്തെ മോർണിംഗ് സ്പെഷ്യൽ ഇഡലി, മൈ ഫേവറേറ്റ്. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലെ ഈ കല്യാണത്തിൻ്റെ തലേദിവസം അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ ഒക്കെ ആ ദിവസം രാവിലെ ഇഡലി സാമ്പാർ കഴിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സെല്ലാം അവിടെ കൂടെ ഇരിപ്പുണ്ട്. അതിൻ്റെ പിടുത്തമുണ്ട്. ഇഡലി സാമ്പാർ ഒരാളൊരു 10 ഇഡലിയെങ്കിലും മിനിമം കഴിക്കും. ഇഡലി ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ല. നല്ല ചൂട് ഇഡലി, പിന്നെ സാമ്പാർ. ഇഡലിയുടെ കടലക്കറി നല്ലൊരു കോംബോയാണ്. കടലക്കറി കൂടി കഴിച്ചിട്ടുണ്ടോ? സൂപ്പർ. അത് ട്രൈ ചെയ്യുന്നു, അടിപൊളി. കാസർഗോഡ് വെച്ചിട്ട് റൈറ്റാണോ? ഇച്ചിരി പാടാണ്. അതൊക്കെ കഴിക്കാൻ കൊടുക്കാം. നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ അഴകൊഴിയും. എന്തോ മക്കളെ, എന്താണ് ഇവിടെ എല്ലാം വൃത്തികളാക്കിയിട്ടേക്കും അല്ലേ? ഇനി അതെല്ലാം ഇനിയും ക്ലീൻ ചെയ്യണം. ക്ലീനിങ് ആണ് ഇവിടുത്തെ ഏറ്റവും പാടുള്ള പരിപാടി. ഫുൾ ടൈം നമ്മൾ ക്ലീൻ ചെയ്യണം. എത്ര ക്ലീൻ ചെയ്താലും എങ്ങനെ കിടക്കത്തുള്ളൂ. നമ്മുടെ വീട് മെയിൻ്റെനൻസ് നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ ഇച്ചിരിയുടെ കട്ടിയാണ്. കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓരോ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് ഇതായിട്ടിട്ടില്ലെങ്കിൽ ഒന്നാമത് ഈ തണുപ്പത്ത് മോൾഡ് പോലുള്ള സാധനങ്ങൾ ഇവിടെ എല്ലാം വന്ന് എല്ലാം അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട്, അസുഖം വരുന്നതിന് മാത്രമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നാട്ടിലെ പോലെ. നാട്ടിൽ നമ്മളിപ്പം ഒരു വീട് പണിത് ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വല്ലതും ടേക്ക് കെയർ ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ വീടൊക്കെ നാട്ടിലുള്ള വീടൊക്കെ വലിയ കുഴപ്പമില്ല, അവിടെ കിടന്നുള്ള എത്ര വർഷം വേണം. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പോവും സംഭവങ്ങളല്ലേ. ബാത്റൂമിൽ ഇട്ടേക്കുന്ന ഇവരിടുന്ന വിനൽ ടൈൽ പോലെന്ത സംഭവങ്ങൾ, അത് വെള്ളം താഴോട്ടിറങ്ങി പിന്നെ അത് ഭിത്തി കൂടെ മുകളിൽ നിന്ന് ചോർന്നിറങ്ങും താഴോട്ട്. പല വീടുകളുടെയും ഇതങ്ങനെ വെറ്റായി നനഞ്ഞിട്ട് ബാത്റൂം ഇടിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇച്ചിരി സീനാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഈ ബാത്റൂം എല്ലാം കറക്റ്റായിട്ട് നമ്മൾ യൂസ് കഴിഞ്ഞിട്ട് വെള്ളമെല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ ഇതിലുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇതുണ്ടല്ലേ, ചെറിയ ചെറിയ ഗ്യാപ്പുകളെല്ലാം അതുള്ള ഗ്യാപ്പ് ബാത്റൂമിലാണെങ്കിലും വീടിൻ്റെ പല ചെറിയൊരു ഗ്യാപ്പുകൾ നമ്മൾ ഫില്ല് ചെയ്ത് പ്രോപ്പറായിട്ട് ഇട്ടില്ലെങ്കിൽ അത് പണിയാണ്. അത് അല്ലെങ്കിൽ അതിനകത്തോടെ വെള്ളം ഇറങ്ങി പണി കിട്ടും. അപ്പോൾ അതെല്ലാം ഇച്ചിരി സ്ട്രെസ്ഫുള്ളാണ് നമ്മൾ ഇവിടുത്തെ വീട് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നാട്ടിലെ പക്ഷെ അങ്ങനല്ല. നാട്ടിലൊന്ന് പണിതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കിടന്നോളൂ, എത്ര വർഷം നമ്മൾ കിടന്നോളൂ. അവിടെ ആഴ്ചയിൽ ഒരിക്കലെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ആമസോണിലും ടെമൂലും ഒക്കെ നമ്മുടെ ഈ ടൂത്ത് പേസ്റ്റിന് ട്യൂബിൻ്റെ ആ ടൈപ്പ് സാധനം സിലിക്കോൺ മേടിക്കാൻ കിട്ടും. അതാണല്ലോ മേടിച്ച് വെച്ചാലും മതിയായിരിക്കും. അത് മേടിച്ച് വെച്ചിട്ടാലും ഫില്ല് കൊടുത്താൽ മതി. എന്തോ ദളപതി കച്ചേരി വിട്ട് കനക വിട്ട് കൊണ്ടാടല അമ്മ ദളപതി കച്ചേരി. വിജയ് എങ്ങനെ ഡാൻസ് കളിക്കുന്നേ? ദളപതി കച്ചേരി എന്നാ വരാനോ അങ്ങോട്ട് വന്നു. ദളപതി കച്ചേരി മനസ്സ് തെറിയ വിട്ട് കണ്ടല്ല അമ്മ. പിന്നെ ഉച്ചക്കത്തെ സ്പെഷ്യൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിയൽ, ബീഫ്. യെസ്, നമ്മുടെ ഈ കടയിൽ നിന്ന് മിക്സ്ഡ് ബീഫ് മേടിക്കുന്നത്. അപ്പം വിത്ത് എല്ലോട് കൂടി കിട്ടുന്നത്. എല്ലോട് കൂടിയുള്ള ബീഫ് മേടിക്കാൻ എനിക്കിഷ്ടമാണ്. പ്രത്യേക ടേസ്റ്റാണ്.
വിത്ത് ചൂട് ചോറ് വേണം, നല്ല ടേസ്റ്റ്. എന്താ ഡൗട്ടാ? എന്നാ ചേട്ടൻ എന്നാ ചെയ്തേ? ഓ ഒന്നുണ്ടോ? എന്താടാ? ഓ പോവാണോ? അമ്മ അടുത്ത് കംപ്ലൈന്റ് പറയാൻ പോവാ. നീ ആവട്ടെ എന്നാടാ? രണ്ടുപേരോട് ഉറങ്ങാൻ പോകുന്ന സീനായി കാണുന്നത്. രണ്ടുപേർക്ക് ഒന്നിച്ച് കയറി പോണേ. ബേബി ഫസ്റ്റ്. അങ്ങനെ ഇനിയിപ്പോൾ കിടക്കാനുള്ള സമയമായി. രാത്രി 10:30. എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. ആദ്യം നാളെ സ്കൂളിൽ പോകണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ യൂണിഫോം കാര്യങ്ങളെല്ലാം ഇനി അയൺ ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടി. പിന്നെ ഇനി വീഡിയോ കൂടെ എഡിറ്റ് ചെയ്യണ്ടേ. വീഡിയോ കൂടെ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇനി കിടക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു വീഡിയോ ഇട്ട് കാണാം.